അസ്സലാമു അലൈക്കും. നിങ്ങളിപ്പോ എന്തിനാ വന്നത്? പഠിക്കാൻ വന്നതല്ലേ? എന്താ നമുക്ക് ഇന്ന് പഠിക്കാനും നോക്കുക അല്ലേ? എന്താ എൻ്റെ അടുത്തുള്ളത്? തബാഅദ. എൻ്റെ അടുത്ത് എന്താ ഉള്ളത്? ഫറജ, ഫറജ, അക്രമ, ഇങ്ങനെയൊക്കെയാണുള്ളത് അല്ലേ? ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേട്ടോ. ഇന്ന് അങ്ങോട്ട് പോയിരിക്കും. ഇവിടെ ഇങ്ങനെ ഇരിക്കുമല്ലോ, ആ ബെഞ്ചും അങ്ങനെ ഇരുന്നോളി നിരേനെ. ഈ സാധനം കണ്ടോ നിങ്ങൾ? ഞാൻ ഈ വരച്ച സാധനം കണ്ടോ? കണ്ടോ? ഇതിന്റെ പേരെന്താണ്? പറയേ തുലാസ്. നമ്മൾ ഈ തുലാസ് കണ്ടിക്കണോ? എവിടെ കണ്ടത്? പീടിയിലുണ്ട്. തുലാസൊക്കെ എവിടെ ഉണ്ട്? പീടിയിലുണ്ട് അല്ലേ? എന്തിനാ തുലാസ് ഉപയോഗിക്കണത്? തൂക്കാൻ. എന്തൊക്കെയാ തൂക്കുക? ശർക്കര, അരി, പഞ്ചസാര, ചായപ്പൊടി, പിന്നെ മല്ലി, മുളക്, ബിരിയാണി അരി, നെയ്ച്ചോറ് അരി, ഇതൊക്കെ. അപ്പൊ എങ്ങനെ തൂക്കുക? ഇവിടെ ഓരോരുത്തർ കട്ടി വെക്കും അല്ലേ? ഇങ്ങനെ മൊത്തം എന്താവും? സാധനം വെക്കും അല്ലേ? അങ്ങനെ തൂക്കല്. ഇവിടെ ഒരു കിലോ അരി ചോദിച്ചാൽ 1 കിലോത്തിന്റെ കട്ടി ഇവിടെ വെക്കും, 1 കിലോ അരി തീരും വെക്കും. അങ്ങനെ തന്നെ. പിന്നെ പഞ്ചസാര ചോദിച്ചാലും അങ്ങനെ തന്നെ. മല്ലി ചോദിച്ചാലും 1 കിലോ മല്ലി, 4 കിലോ മല്ലി 4 കിലോത്തിന്റെ കട്ടി ഇവിടെ വെക്കും. പിന്നെന്താവും? ഇതിൽ മല്ലി ഇടും. അങ്ങനെ പോലെ. അപ്പൊ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും അളവ് ഉണ്ട് അല്ലേ? ആ അളവ് പല രീതിയിലാണ്. ചില ആളുകൾ എന്താവും, നമ്മളെ മുദ്ദുകളില്ലേ അളക്കുന്ന, മുദ്ദ കൊണ്ട് അളക്കും, ഇടങ്ങാഴി കൊണ്ട് അളക്കും അല്ലേ, ലിറ്റർ കൊണ്ട് അളക്കും. ഇതൊക്കെ ധാന്യങ്ങളാണ്, അരി, ഇതൊക്കെയാണ് അളക്കല് അല്ലേ? പഞ്ചസാര അതുപോലത്തെ സാധനങ്ങൾ നമ്മൾ സാധനം വാങ്ങിക്കൊണ്ടുവരുന്നതൊക്കെ എന്തുകൊണ്ടാണ് തൂക്കുക? തുലാസ് ഇട്ടാ തൂക്കുക അല്ലേ? നമ്മൾ തുണിഷാപ്പ് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അളക്കുക? തുലാസ് കൊണ്ടാണ്. നമ്മുടെ ഷർട്ട് മുണ്ടൊക്കെ അളക്കല് അല്ല. എന്തുകൊണ്ടാണ്? മീറ്റർ കൊണ്ടാണ് അല്ലേ? 1 മീറ്റർ 2 മീറ്റർ നമ്മൾ പറഞ്ഞാൽ അതുകൊണ്ടാണ് അളന്നു തരിക അല്ലേ? അപ്പൊ റോഡ് അളക്കാനും മീറ്ററാണ് അല്ലേ? 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഇങ്ങനെ 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 എല്ലാത്തിനും ഒരു കണക്കുണ്ട്. ഇത്ര മഴ പെയ്തു, അതിന് കണക്കുണ്ട്. ഇത്ര മില്ലി അല്ലേ മഴ പെയ്തു എന്നൊക്കെ നമ്മൾ കണക്കാക്കും. എല്ലാത്തിനും ഒരു കണക്ക് വേണം. കണക്കിൽ അധിഷ്ഠിതമാണ് ലോകം മുഴുവനും. നമ്മുടെ വീട് അതിനൊരു കണക്കുണ്ട് അല്ലേ? എല്ലാത്തിനും ഒരു കണക്കുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ അറബി അക്ഷരങ്ങൾക്കും തുലനം ചെയ്യാനുള്ള ചില മാധ്യമങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഫിയലിൽ. അതാണ് ഇപ്പം നമുക്ക് പഠിക്കാൻ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ കാര്യം ഇവിടെ ഉണ്ടാക്കി തരാണ് നിങ്ങൾക്ക് കേട്ടോ. ഇതിന്റെ പേരെന്താണ്? ഈ സാധനത്തിന്റെ പേര് തുലാസ് എന്നാണ്. ഞാൻ ചിത്രം വരച്ചതാണ്. ഇത് തുലാസാണ്. ഇതിന്റെ അറബി പറയുന്ന പേരെന്താണ്? മീസാൻ അല്ലേ? മീസാൻ. ഇവിടെ വെച്ചിട്ട് എന്താണ്? വസിന. വസിന അല്ലേ? വസിന എന്ന് പറഞ്ഞാൽ വസിന്. ഇത് നമ്മളെ തൂക്കാനുള്ള മാധ്യമമാണ് ഈ കാണുന്നത്. തൂക്കാനുള്ള മാധ്യമമാണ് എന്ന് പറഞ്ഞാൽ കട്ടീനോ അതല്ലെങ്കിൽ നമ്മളെ തുലന അക്ഷരം എന്നോ ഒക്കെ പറയാം. മനസ്സിലായല്ലോ? തുലനാക്ഷരം ഇവിടെ അത് നോക്കിക്കൊള്ളാം, മനസ്സിലായി പോകണം തുലനാക്ഷരങ്ങൾ. അപ്പൊ ഇതാണ് നമ്മളെ തൂക്കാനുള്ള കട്ടി കേട്ടോ. ഇവിടെ നമ്മള് നിങ്ങൾ കൊണ്ടുവരുന്ന സാധനമൊക്കെ ഞാൻ തൂക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ നമ്മൾ എന്ത് നോക്കുക, ഒരു വാക്ക് കിട്ടാൻ ഒരു ഫെയില് കിട്ടിയാലും അത് ഇതിലിട്ടൊന്ന് തൂക്കി നോക്കണം. 3 അക്ഷരത്തേക്കാൾ കുറയില്ല ഫെയില്, 6 അക്ഷരത്തേക്കാൾ കൂടുതലാവില്ല. അങ്ങനെയാണ് ഫെയില്. അപ്പൊ ഏതൊക്കെയാണ് ഈ ആസ്തി ഉള്ളത്? ഇതൊക്കെ ഇതിലൊരു അക്ഷരം, ഇതിൽപ്പെട്ട ഒരു അക്ഷരം ഇതിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താക്കും? അതേ അക്ഷരങ്ങൾ തന്നെ ഇതിലും വെക്കും. അപ്പോൾ ആ തുലനം ശരിയാകില്ല. അപ്പോൾ ഇത് മീസാന്, ഇത് വസിന്, ഇത് മൗസൂന്. ഇത് തൂക്കപ്പെടുന്ന സാധനം. ഇത് തുലാസ്. ഇതോ നമ്മൾ തൂക്കുന്ന വസ്തു, കട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാം, തൂക്ക മാധ്യമം എന്തെങ്കിലും പറയാൻ വെക്ക് കേട്ടോ. അങ്ങനെ ഇപ്പൊ നമുക്ക് ഇതിൽ സങ്കല്പിക്കാൻ കഴിയുള്ളല്ലോ. അനുസരിച്ച് നോക്കോ, നല്ല നോക്കോ. അപ്പൊ ഇനി ഇതിപ്പോ നമ്മള് ഫാ ഐൻ ലാം ഫാ
ഐൻ ലാം അല്ലേ? ഫാ ഫേല് ഐൻ ഫേല് ലാം ഫേല്. ഇത് നമ്മൾ കൂട്ടി എഴുതിയത് അങ്ങനെ. ഇതിനനുസരിച്ചുകൊണ്ടാണ് എല്ലാ ഫേലുകളെയും നമ്മൾ തുലനം ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമ്മൾക്ക് നിങ്ങൾ ഓരോരുത്തർ സാധനം കൊണ്ടുവന്നാൽ ഞാൻ ഇവിടെ തൂക്കിയെടുക്കും. എന്ത് സാധനം കൊണ്ടുവരുന്ന സാധനം കൊണ്ടുവന്നാൽ നിങ്ങൾ ഒരു ഫേലിനെ കൊണ്ടുവന്നാൽ നമുക്ക് ഇത് തൂക്കാൻ പറ്റും നോക്കുക. ആ ഇതെന്താണ്? നീ കാണണ്ട ഇത് കാണണ്ടപ്പോള് ഇപ്പോഴാ കാണില്ലേ? ഇതെന്താണ്? ഇപ്പോഴോ? ഇപ്പൊ കാണണ്ട? ആ കാണുന്നുണ്ട് അല്ലേ? ഇതെന്താ ഞാൻ എഴുതിയത്? അക്രമ. കണ്ടില്ലേ? ശരിക്കും കാണില്ലേ? അക്രമ. ഞാനത് ഇവിടെ തൂക്കാൻ പോവുകയാണ്. മനസ്സിലായല്ലോ? നമ്മടെ തൂക്കാൻ പോവുകയാണ്. ഇതിന് നമ്മളെ കട്ടി വെക്കാൻ പോവുകയാണ്. ഇതിന് യാസ്തില്ല എന്താണ്? ഒന്നുണ്ട്. ഇതാ ഇതല്ലേ? അപ്പൊ ഞാൻ ഇതിവിടെ വെച്ചോളൂ. ഇതിലുള്ളത് അക്രമയാണ്. അപ്പൊ ഞാൻ ആ അലിഫിനെ ഇവിടെ ചേർത്തു. പിന്നെന്ത് ചെയ്യും? ഇവിടെ സുക്കൂൻ കൊടുത്തു. ഇപ്പൊ എന്തായി? അഫ്അലായി. ഇനി ഞാൻ ഇവിടെ വ്യത്യാസപ്പെടുത്തണം. അതിനനുസരിച്ച് തൂക്കുകയാണ്. ആ ഇപ്പളാ കണ്ടോ? ദീനുള്ള ഞാൻ ഇവിടെ കൊടുത്തു. എന്താ വായിക്കുക? അത് കാണണ്ട? അതേ കാണില്ലേ? ആ അക്രമ. എന്താ അക്രമ എന്ന് പറഞ്ഞാല്? അക്രമ ബഹുമാനിച്ചു നോക്കാം നമുക്ക് അല്ലേ? മനസ്സിലായല്ലോ? അക്രമ. അപ്പൊ അവിടെ ഞാൻ ഇങ്ങോട്ട് കൊടുത്തപ്പോ എൻ്റെ ഈ തുലാസില് ഞാൻ തൂക്കം കൂടാൻ വേണ്ടിയിട്ട് ക്ലിയർ ആക്കാൻ വേണ്ടി ബാലൻസ് റെഡിയാക്കാൻ വേണ്ടി ഇതിനെ ഇവിടെ എടുത്ത് വെച്ച് കൊടുത്തു. അപ്പൊ ഇതിലേതാ? ഫാഫീൽ അനിഫീൽ ലാഫീൽ നമുക്കറിയില്ലേ? അത് അപ്പോഴും ഫാവ് അയനി ലാം തന്നെയാണ്. മനസ്സിലായി? ഇനി ഇതിലേതാ? ഫാവ് അയനി ലാം. കണ്ടില്ലേ? ഇത് യാസ്തിയുള്ള സാധനങ്ങളാണ്. 10 ഉണ്ടാവും. 1 2 3 4 5 6 7 8 9 10 ഉണ്ട് ഇല്ലേ? ഈ 10 ഉള്ളത് യാസ്തിയായി വരുന്നതാണ്. അത് നമ്മൾ ഫാഫിയിലും ഐനഫിയിലും ലാഫിയിലും എന്നിവയില്ല. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അക്രമ. കണ്ടില്ലേ? ഇനി ഒന്നുകൂടി അതുകൊണ്ട് ഇങ്ങോട്ട് വാ. രണ്ടാണല്ലോ കൊടുത്ത് തൂക്കേണ്ടത്. എന്താ അതാ തൂക്കേണ്ടത്? ഇതാണ് ഞാൻ തൂക്കാൻ പോണത്. കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ടോ? ഇതെന്താ വായിക്ക? മുകളിലത്തെ എന്താ വായിക്ക? കറുമ അല്ലേ? അടിയുന്നതോ? കറമ. അത് ഞാൻ തൂക്കാൻ പോവാണ്. ആയിക്കോട്ടെ. ഇത് ഞാൻ വായിച്ചു. അല്ലേ? കറുമ ബഹുമാനിയായി. അപ്പൊ ഞാൻ അവിടെ വ്യത്യാസപ്പെടുത്തണ്ടേ? വേണ്ടേ? എന്നാ എങ്ങനെയാക്കാം? ഇത് വായിച്ചു. അതാണ് പരിപാടി. ഞാൻ വേണ്ടത് കണ്ടോ? അപ്പൊ ഞാനവിടെ കട്ടി വെച്ചു. ഇവിടെ നിങ്ങൾക്ക് കൊടുക്കുന്നപ്പോ എന്താക്കി? ഞാൻ അതേ രീതിയിൽ ഇവിടെ ആക്കി. ഇത് ഫാഫീല് അൻഫീൽ ലാഫീൽ. ഫാഫീല് അൻഫീൽ ലാഫീൽ. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാകുന്നുണ്ടോ? തൂക്കണ പരിപാടി മനസ്സിലാകുന്നുണ്ടോ? ഇനി അങ്ങനെയല്ല. ഇനി ഇതാ ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. നോക്കിയാ ഇതെന്താ വായിക്ക? കാണില്ലേ? കറമ. അപ്പൊ കറമ ആകുമ്പോ എന്താ കാട്ടുക? അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെയാക്കും. നിങ്ങൾ കറമ കൊണ്ട് വന്നാൽ ഞാൻ എന്താക്കും? മധ്യത്തെ അക്ഷരത്തിലല്ലേ? ഇത് കണ്ടോ? ഇരട്ടിയാക്കുക. അൻഫീലിനെ ഇരട്ടിയാക്കാന്നാ പറയാ. അപ്പൊ ഞാൻ ഇവിടെ എന്താക്കും? കറമ എന്നാക്കും. മനസ്സിലായല്ലോ? ഫാഫീല് അൻഫീൽ ലാഫീൽ. ഇപ്പൊ ഇവിടെ പറയുന്നതാണ് അൻഫീലിനെ ഇരട്ടിയാക്കി. അപ്പൊ എങ്ങനെയാ കൂട്ട? ഇനി തത്താ എങ്ങനെ? ജോണോട് കൂട്ടുമ്പോ തത്യാവും. അങ്ങനെ തത്താകുക അല്ലേ? അന്നതുപോലെ ഇതിനെ ഇരട്ടിയാക്കി കറമാതാക്കി. ഇനി അടുത്ത ആൾ കൊണ്ടുവരുവേ. എന്റെ തൂക്കി ഞാൻ റെഡിയാക്കിട്ടോ. ഇനി അടുത്ത ആൾ കൊണ്ടുപോവാ. ഇതെന്താ വായിക്കാം?
ഫറജ എന്താണ് ഫറജ അല്ലേ പഴുതുണ്ടാക്കിയണ്ട കാണണ്ട അപ്പൊ ഇനി കാണുന്നില്ലേ കാണില്ലേ അതാ ഫറജ ഫറജ എന്ന് കാണാം അല്ലേ ഫറജയാണ് പിന്നെ ഫറജാക്കി മാറ്റിയത് കണ്ടില്ലേ ആ എന്നാ ഞാൻ ഫറജനെ എങ്ങനെയാക്കാം അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ ഇതാണ് വായിച്ചു കൊടുത്താൽ ഉണ്ടോ ഫഅല ഉണ്ടോ ഫഅല ഫറജ അല്ലേ പിന്നെ അപ്പൊ ഇവിടെ എന്താക്ക ഇവിടെ ഞാൻ എഴുതണം കേട്ടോ അപ്പൊ നമ്മള് ഫറജ ആണല്ലോ ഫറജ ആ ഫറജ ഫറജ അല്ലേ ഫറജ അല്ലേ ഇവിടെ നമ്മൾ തൂക്കിയപ്പോ അപ്പൊ ഇവിടെ എന്താക്കണം അതിനെ കൊടുക്കണം ഫഅല അപ്പൊ ഫറജ എന്നായി എന്താ ഫറജ എന്ന് പറഞ്ഞാല് പഴുതുണ്ടാക്കീന ഫറജ എന്ന് പറഞ്ഞാൽ ഫറജ എന്ന് പറഞ്ഞാലോ തുറസുണ്ടാക്കിയാൽ ഒരു വിടവുണ്ടാക്കി കൊടുത്തു ഉണ്ടാക്കി മനസ്സിലായില്ല ആ മറ്റേത് പഴുതുണ്ടാക്കി അന്ന് ഒരേ അർത്ഥത്തിൻ്റെ ഉപയോഗിക്കാം എന്നാലും പക്ഷേ ഇതിനുള്ള വ്യത്യാസങ്ങളും തൂക്കങ്ങളും നമ്മൾ മനസ്സിലാക്കണം ഇത് നമ്മളെ കട്ടിയാണ് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കും ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇവിടെ യാത്ര ഉണ്ടാ പിന്നെ കഴിഞ്ഞോ ഇനി മറ്റേ ആളുടെ കൊണ്ടുപോവാ എൻ്റെ ഞാൻ തൂക്കട്ടെ കൊണ്ടുപോവാ ആ ഇവിടെ നിൽക്കുക എൻ്റെ തൂക്കട്ടെ എന്നെ കാണില്ലല്ലോ എന്നെ കാണില്ല ഇതെന്താ കാണുന്നുണ്ടോ എന്താ വായിക്ക ബാധ ബാധ അല്ലേ തബാധ അല്ലേ നോക്കി നമ്മള് എങ്ങനെയാക്കാണ് അപ്പൊ തബാധ എന്നുള്ളതാണ് മറ്റേതിപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞ പോലെ തന്നെയാണ് തബാധാണ് എന്താ നമ്മൾ കാട്ടുക അവിടെ നമ്മൾ വ്യത്യാസപ്പെടുത്തണം അവിടെ എന്താ വ്യത്യാസപ്പെടുത്തുക നോക്കിക്കോളി ഇവിടെ വ്യത്യാസപ്പെടുത്താൻ നിൽക്കുകയാണ് അപ്പം നിങ്ങൾ തബാധയെ നിങ്ങൾ അളക്കാൻ കൂടെ നിൽക്കുന്നത് തബാധന ഇപ്പം നിങ്ങൾ അളക്കാൻ കൂടെ നിൽക്കണം എൻ്റെ അടുത്ത് നിന്നത് അപ്പം നമ്മൾ തബാധന എന്താ കാട്ടുക നോക്കിക്കോ അല്ലേ ഇതനുസരിച്ചാണ് നമ്മൾ എഴുതുക നോക്കിക്കോട്ടോ എങ്ങനെ എഴുതുക നോക്കിക്കോളി ഇതാണ് ഇത് നമ്മൾ തൊഴിലും ചെയ്യാനുള്ള സാധനം ഇതാണ് ഇവിടെ എഴുതേണ്ടത് നോക്കിക്കോളി നോക്കി കാണില്ലേ ഓർമ്മ കാണില്ലേ ആ തബാദ അല്ലേ നിഫാഫിലാൻ ഫിലാൻ ഫിലേദ ഏതാണ് ബാദ അല്ലേ ഇതാണ് യാസ്തിലുള്ളത് ഇത് ഇവിടുന്ന് യാസ്തിൽ എടുത്ത് കൊടുത്തു കഴിഞ്ഞാലേ ഇവിടെ യാസ്തിൽ എടുത്തിട്ടാണ് ഇതിക്ക് വെച്ചിരിക്കുകയാണ് ഇവിടെ യാസ്തിൽ ഇതിലും കൊടുത്തു അല്ലേ അപ്പൊ ഫാഫിൽ ഏതാണ് ഫിൽ ഏതാണ് എല്ലാം ഫിൽ ഏതാണ് അല്ലേ ഫാഫില് അയിന് ഫീല് നാഫില് കണ്ടില്ലേ തഫാഅല തബാഅദ തഫാഅല തബാഅദ എന്ന് പറഞ്ഞാൽ പരസ്പരം അകന്നു എന്നാണ് തബാഅദിന്റെ അർത്ഥം മനസ്സിലായല്ലോ ആ ഇനി അടുത്ത ആൾ കൊണ്ടുവരി ഇനി കൊണ്ടുവരി തൂക്കം കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ലല്ലോ ഇനി ഉണ്ടല്ലോ ഇനിയുണ്ട് ഇതാ ഒന്നുകൂടി നോക്കാം കൊണ്ടുപോകാം എൻ്റെ തൂക്കട്ടെ എന്നാ കൊണ്ടുപോകാം രണ്ടും തൂക്കണം എല്ലാവരും തൂക്കണം എന്നാ ഒക്കെ തൂക്കാണോ ഒക്കെ നമുക്ക് നീട്ട് തൂക്കണം ആ നിങ്ങൾ കൊണ്ടുവന്നാ മതി അതിനൊക്കെ ആ ഞാൻ എൻ്റെ തൂക്കുക എന്താണ് കസറ തക്കസറ എന്നാണ് തക്കസറനെ ഞാൻ തൂക്കാൻ പോകുന്നുണ്ടോ തക്കസറ കേട്ടോ തക്കസറ അവിടെ എന്താ കാണുന്നത് അവിടെ എന്താ ചെയ്യുന്നത് നമുക്ക് ചെയ്യാറുണ്ടായിരിക്കണം തക്കസറ അപ്പൊ ഇവിടെ എന്താകും ഇവിടെ നമ്മൾ തക്കസറ നോക്കാൻ പോവാണെങ്കിൽ ഇതാ അതിനനുസരിച്ച് തക്കസറ അല്ലേ
ത ക സ അൻഫീൽ ഖാഫിൽ ലാഫീൽ ഏതാ ഖാഫിൽ ഏതാ ക പിന്നെ സ അൻഫീൽ അപ്പോൾ ഇതിനെ ഇരട്ടിയാക്കി രണ്ടര ജാസ്തിയായി ഏതാണ് ജാസ്തി ഉള്ളത് താഴ് ജാസ്തിയാണ് ഇത് ജാസ്തിയാക്കി ഇവിടെ കൊടുത്തു കണ്ടില്ലേ ഇത് അൻഫീലിനെ ഈ അൻഫീൽ എന്താക്കി ഇരട്ടിയാക്കി രണ്ടെണ്ണാക്കി ഇനി ഏതാണുള്ളത് ഇത് കസറായിരുന്നു പിന്നെ ഇനി അതായത് എന്താ ഇതെന്താ വായിക്കുക ഇതാണ് ഇപ്പോൾ നോക്കാൻ കൊടുക്കുന്നത് എന്താ വായിക്കുക പിന്നെ കാത്തല അല്ലേ കാത്തല ആയതാണ് അപ്പൊ അതിനെ നമുക്ക് ആക്കണം അപ്പൊ നിൽക്കണ കാത്തലിനെ തൂക്കാനാണ് അപ്പൊ കാത്തലിന് നമ്മൾ തൊഴിലും ചെയ്യുക എങ്ങനെയാണ് നോക്കിക്കോളി ഉണ്ടാ കണ്ടോ അപ്പൊ ഇവിടെ എന്താക്കിയാൽ മതി ഇവിടെ തൂക്കുകൾ ഞാൻ കറക്റ്റല്ലേ നോക്കണം നിങ്ങൾ കേട്ടോ കറക്റ്റല്ലേ നോക്കണം ഉണ്ടോ ഫാല നമ്മളെ തൂക്കുകെട്ടിയിൽ വെച്ചപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കാത്തലി ഇവിടെ വെച്ചു അല്ലേ പരസ്പരം യുദ്ധം ചെയ്തു എന്നുള്ളതാണ് കത്തല ചെയ്യുന്നു അല്ലേ അതാണ് ഫാ ഫേല് അയൻ ഫീൽ ലാം ഫീൽ ഫാ ഫേല് അയൻ ഫീൽ ലാം ഫീൽ മനസ്സിലായോ ഇത് യാസ്തിയാണ് അൽഫി യാസ്തിയുടെ തീര് ഇതാ യാസ്തിയിൽ ഇതിവിടെ യാസ്തിയിൽ വരുന്നതൊക്കെ തീരുണ്ടാവും അപ്പോൾ നോക്ക് ഇതിൽ എവിടെയൊക്കെ യാസ്തിയായി വരുന്നോ അത് ഇതിൽ നിന്നാണ് ഞാൻ എടുത്ത് എഴുതുക അത് ഇതിൽ നിന്നാണ് ഞാൻ എടുത്തിട്ട് നമ്മളെ ഈ തൊഴില വസ്തുവിൽ വെക്കുക അല്ലേ ഇത് തൂക്കപ്പെടുന്ന സാധനമാണ് ആ തൂക്കപ്പെടുമ്പോൾ ഈ യാസ്തിയുള്ളത് അതിൽ യാസ്തിയുള്ളതൊക്കെ ഇതിൽ നിന്ന് എടുത്തിട്ട് വെളുക്കും അവിടെയും വെച്ച് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞു ഇനി ഏതാണുള്ളത് നോട്ടെ കൊണ്ടുപോകല്ലേ കസറ അത് എഴുതല്ലേ പിന്നെ ഇതോ ഇത് നോക്കിക്കോട്ടോ ഇനി നമ്മള് ഇപ്പം കൊണ്ടുവന്നിരിക്കണതാ ഇതാണ് നോക്കിയോ കാണില്ലേ എന്താ വായിക്കാം മുകളിലത്തെ വായിച്ചാൽ മതി അതിൻ്റെ അടിയത്തത് ഇൻകത്താകുമ്പോ തൂക്കാൻ കൊടുക്കണം ഇൻകത്താകുമ്പോ തൂക്കാൻ കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇൻകത്തായ ഞാൻ തൂക്കുകയാണ് നോക്കിക്കോളി ഇൻഫഅല കണ്ടില്ലേ ഇൻഫഅല ഇൻകത എന്താ വായിക്കാം ഇൻകത എന്താണ് ഇൻകത കണ്ടില്ലേ അപ്പൊ ഈ യാസ്തിയുള്ളതാ ഏതായത് ഈ യാസ്തിയുള്ളത് പറഞ്ഞെ ഇതിൽ യാസ്തിയുള്ളത് പറഞ്ഞോ ഇനി യാസ്തിൽ ഏതാണ് ഫാഫിയിൽ അൻഫിൽ ലാഫിയിൽ കഴിച്ച് ബാക്കി എത്ര യാസ്തിലുള്ളത് നൂനുണ്ട് പിന്നെ അപ്പുറത്ത് അലിഫുണ്ട് അല്ലേ അതിലവിടെ അവിടെ നൂന് അലിഫ് കണ്ടില്ലേ ഇൻകത്ത കണ്ടില്ലേ ഇത് യാസ്തിൽ ഏതാണ് ഇവിടെ നൂന് അലിഫ് ഇത് യാസ്തി കണ്ടില്ലേ ഇവിടെ യാസ്തിയിലാക്കുന്നത് ഇതിന് ഞാൻ അടുത്ത് ഇവിടെ വെച്ച് കൊടുക്കും പിന്നെ ഇതിൽ നിന്നുണ്ടാവും നിങ്ങൾ കൊണ്ടുവന്നിൽ ഇതിട്ട് ഇവിടെയും വെച്ച് കൊടുക്കും അപ്പൊ റെഡി ആയില്ലേ അപ്പൊ എന്തായി ഇൻഖതഅനായി അല്ലേ ഇൻഫഅല ഇൻഖതഅ അപ്പൊ ഫാഫിൽ അൻഫിൽ ലാഫിൽ ഏതാ ഫാഫിൽ അൻഫിൽ ലാഫിൽ മനസ്സിലായോ നിങ്ങൾക്ക് ഇനി ഒന്നുകൂടി ഉണ്ടല്ലോ ഉണ്ട് ഇത് കൊണ്ട് നിങ്ങൾ എന്താണ് ഇജ്തമഅ നടുവിലാണ് താ വന്നത് അതാണ് ഇപ്പൊ ഇനി തൂക്കാനുള്ളത് നോക്കാം ഇജ്തമഅ ഞാൻ തൂക്കാൻ അല്ല ഞാൻ ഇവിടെ ആക്കുന്നതാ നോക്കോളി ഇജ്തമഅ ഉള്ളത് ഈ കാണില്ലേ ഇജ്തമഅ എന്താണ് കൂട്ടം കൂടിയതാണ്
ഇജ്തിമാ എന്ന് പറഞ്ഞാൽ കൂട്ടം കൂടി. ജമാ ഇതാണ് ജമാ. ഇല്ല ഫാഫിയിൽ ഇവിടെ നോക്കണം. ഇതല്ല ഫാഫിയിൽ ഇവിടെ ജമാ ആയിരുന്നു. എന്താണ് ജമാ ആയിരുന്നു. അപ്പോൾ ഫാഫിയില് അതിന് ഫീല് ഇല്ലാതെ മനസ്സിലായോ? ഫാഫിയില് അതിന് ഫീലാണ്. പിന്നെ ഇത് എന്തുകൊണ്ടാണില്ല? ഇത് യാസ്തിയുള്ളതാണ്. ഇത് യാസ്തിയുള്ളത് ഇന്നത്തെ ഇരിക്കുകയാണ്. അപ്പൊ ഇതിൽ ഇവിടെ നീ കൊണ്ടുവരുന്നതിൽ യാസ്തി ഉണ്ടോ അത് ഞാൻ ഇതെടുത്ത് ഇവിടെ വെക്കും. പിന്നെ ഇത് കൊണ്ടുവരുന്നതിൽ എന്തുണ്ടാവും? യാസ്തി ഉള്ളത് ഉണ്ടാവും, അത് ഇവിടെ എഴുതും. മനസ്സിലായല്ലോ? ഇജ്തിമാ. അപ്പോൾ കൂട്ടം കൂടി. ജമാ എന്ന് പറഞ്ഞാൽ കൂടി നടത്താം. ഇനി ഒന്നുകൂടി ഉണ്ടാവുമല്ലോ. ഇനി ഉണ്ടോ? ഇനി ഏതാണ്ട് ഇനി അത് കൊടുക്കുന്നത് എന്താണ്? ഇഹ്മറ. എന്താണ് ഇഹ്മറ? കാണുന്നുണ്ടോ? 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 എന്താണ് വായിക്കുക? ഇഹ്മറ അല്ലേ? ഇഹ്മറ അതാ തൂക്കേണ്ടത്. ഇഹ്മറ തൂക്കുമ്പോൾ എന്ത് ചെയ്യാം? ഇഫ് അല്ല എന്നാക്കും. എന്താക്കും? ഇഫ് അല്ല. അപ്പൊ എന്താവും? ഇവിടെ ഇഹ്മറ. ഏതാ യാസ്തി ഉണ്ടാകുക? അലിഫ്. പിന്നെ ലാഫീനെ ഇരട്ടിയാക്കി. അത് ഞാൻ കാണിച്ചു തരാം. ഇഹ്മറേജ് കൊണ്ടുവന്ന് അല്ലേ? ഇഫ് അല്ല കണ്ടില്ലേ? ഫാഫീല് അയൻഫീല് ലാഫീല്. ലാഫീലിനെ ഇരട്ടിയാക്കി. അപ്പൊ എന്താ ഇവിടെ? ഇഹ്മറ ഉണ്ടാകുക. ഇഹ്മറ. നല്ല നോക്കിക്കോളണം. മനസ്സിലാവില്ലേ? മനസ്സിലാവില്ലേ? അപ്പൊ എന്താക്കിയത്? ഇഹ്മറ. കണ്ടില്ലേ? കണ്ടില്ലേ? ഇങ്ങനെ അതാ യാസ്തിയുള്ള ഇവിടെ കൊടുത്തത് അലിഫ് അല്ലേ? ഇ. പിന്നെ ഇത് അയൽഫീലിനെ ഇരട്ടിയാക്കി. അത് നമ്മൾ അങ്ങനെ ഇരട്ടിയായിട്ട് വരും കേട്ടോ. ഇഹ്മറ. ഇനി ഏതാണുള്ളത്? എത്ര അക്ഷരം യാസ്തിൻ്റെ ഇതിൽ? ഇതിൽ എത്ര അക്ഷരം ഉണ്ട്? 2 അക്ഷരം ഉണ്ട്. ഇതിൽ 2 അക്ഷരം ഉണ്ട് അല്ലേ? പിന്നെ എടുത്തോ? ഇത് പഠിച്ചോ? ഇത് വായിച്ചോ? തകസ്സറ വായിച്ചോ? തകസ്സറ തഫഅല. തകസ്സറക്ക് തഫഅല ഇടുക. എന്നിട്ട് ഇവിടെ തകസ്സറ എഴുതി കൊടുക്കാം ഇല്ലേ? പിന്നെ ഇനി ഒന്നും കൂടി ഉണ്ട്. ഇവൻ കൊണ്ടുവന്നത് ഇസ്തഖ്റജ. ഖറജയിൽ നിന്നുള്ള ഇസ്തഖ്റജനെ കാണുന്നുണ്ടോ? 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 എന്താണത് വായിക്കാം? അതിന്റെ താഴെയുള്ളത് ഇസ്തഖ്റജ. അതും കൂടി നമുക്ക് നോക്കാം. ഇസ്തഖ്റജ കൊണ്ടുവന്നാൽ എങ്ങനെ? നമ്മളത് എത്രയാണ്? അലിഫ് സീന് താ യാസ്തി ഉണ്ട്. അത് ഞാൻ ഇവിടെ എഴുതി കൊടുക്കും. അത് ഞാൻ പറഞ്ഞു. ഇസ്തഖ്റജ തൂക്കാൻ വന്നതാണ്. ഇസ്തഖ്റജ തൂക്കാൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ കൂട്ടുന്നതാണ്. ഈ കണ്ടില്ലേ? കണ്ടില്ലേ? അതിന് ഞാൻ ഇവിടെ എന്താക്കും? ഇസ്തഖ്റജാക്കി മാറ്റും. അപ്പൊ ഇവിടെ യാസ്തിൽ ഏതാണ്? അലിഫുണ്ട്, സീനുണ്ട്, താഗുണ്ട്. 3 അക്ഷരം 3 3 6 അതിലാളെ കൂടൂല ഇല്ലേ? ഇസ്തഖ്റജ. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇസ്തഖ്റജ. ഇതാണ് ഇസ്തഖ്റജ അല്ലോ. അപ്പൊ ഇതിൽ യാസ്തി ഇവിടെ യാസ്തി ആയി വരുന്നതൊക്കെ ഉണ്ടാവും. യാസ്തി ആയിട്ട് ഇവിടെ നമ്മളെ ഈ തുലാസിൽ ഇവിടെ വെച്ച് കൊടുക്കും ഞാൻ. മനസ്സിലായില്ലേ? പേര് യാസ്തി അലിഫ് സീന് താ അല്ലേ? ഫാഫീൽ അൻഫീൽ ഏതാണ്? ഇത് ഫാഫീൽ, ഇത് അൻഫീൽ, ഇത് ലാഫീൽ അല്ലേ? ഇത് യാസ്തിയുള്ളതാണ്. ഇവിടെ യാസ്തിയുള്ളതൊക്കെ ഇങ്ങനെ ഉണ്ടോ? ഇതൊക്കെ ഞാൻ ഇവിടെ വെക്കാൻ വേണ്ടി നിൽക്കുകയാണേ. നിങ്ങൾക്ക് തൂക്കാൻ നിങ്ങൾക്ക് നഷ്ടമായിരിക്കൂലേ? അപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന് തൂക്കാൻ വേണ്ടി നിങ്ങൾ തൂക്കാൻ കൊണ്ടുവരുന്നതിൽ
എങ്ങനെ ആയാലും ഈ 10 അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു അക്ഷരം നിങ്ങൾ തൂക്കം കൊണ്ടുവരുന്ന ആ മൗസൂനിൽ എന്ന് പറഞ്ഞാൽ തൂക്കപ്പെടുന്ന വസ്തുവിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ആ തൂക്കപ്പെടുന്ന വസ്തുവിൽ ഉണ്ടാകുമ്പോൾ ഞാൻ എന്താകും, ഈ വസനിൽ എൻ്റെ ഈ തുലാസിൽ തുലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ പദത്തിൽ, ഈ വാക്കിൽ എന്ന് പറഞ്ഞാൽ ഈ അക്ഷരഗണത്തിൽ ഞാനത് ഉൾപ്പെടുത്തും. ഇങ്ങനെയാണ് പരിപാടി. മനസ്സിലായല്ലോ? അപ്പൊ ഇസ്തഖറജ. അപ്പൊ ഇതിനകത്ത് എത്ര അക്ഷരങ്ങൾ യാസ്തിയുണ്ട്? അലിഫി യാസ്തിയാണ്, സിനി യാസ്തിയാണ്, തഅദിയുണ്ട്. ഈ അക്ഷരങ്ങളൊക്കെ യാസ്തി ആയിട്ടാണ് വരിക. മനസ്സിലായ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ ഇതിലുണ്ടോ ഈ വരുന്ന ഈ സാധനത്തിൽ ഈ അക്ഷരങ്ങൾ യാസ്തിയാവും. ഈ യാസ്തിയായി വരുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം, ഇത് യാസ്തി ഉള്ളതാണ് കൊണ്ടുവരുന്നത്. മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ് പരിപാടി. അപ്പൊ എന്താണ് മീസാൻ, തുലാസ് അല്ലേ? ഇതെന്താണ് വസന്, നമ്മൾ തുലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ മാധ്യമം. അത് കട്ടിയാകട്ടെ, അതല്ലെങ്കിൽ മീറ്റർ ആകട്ടെ, എന്താകട്ടെ, പലതും പല രീതിയിൽ അളക്കുക. അപ്പൊ നമ്മളിത് അളന്ന് തുലനം ചെയ്യാനുള്ള ഒരു മാധ്യമമാണ് ഇത്. മനസ്സിലായല്ലോ? പിന്നെ ഇതോ മൗസൂന്, എന്താ തൂക്കപ്പെടുന്നതെങ്കിൽ അത് മൗസൂൻ ഏതാണ്? അരി, പഞ്ചസാരയും, ചായപ്പൊടി, അതുപോലെ തന്നെ മുളക്, മഞ്ഞൾ, മല്ലി, ഇതൊക്കെ മൗസൂനാണ് അല്ലേ? പിന്നെ വസന ഏതാണ്? വസന ഏതാണ്? നമ്മളെ വെക്കുന്ന 1 കിലോ 2 കിലോ 3 കിലോ 4 കിലോ കട്ടി അല്ലേ? ആ പണ്ട് കാലങ്ങളിൽ കൊട്ടപ്പാലം നല്ലോന്ന് വെച്ചിരുന്നു. അതേപോലെ യാസ്തിയാക്കാനുള്ള സാധനം. ഓക്കെ, എല്ലാവരും മനസ്സിലാക്കിയപ്പോ? മനസ്സിലാക്കിയോ? എന്നാൽ സ്വലാത്തിൽ പോയിക്കോളി. സ്വലാത്തിൽ കളി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم. വലൈക്കും അസ്സലാം. നാളെ നേരത്തെ വരിക.